കത്തനാരെ കാണാൻ ഗന്ധർവൻ വരുന്നു. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കത്തനാരെ കാണാൻ ഗന്ധർവൻ വരുന്നു, അതും 33 വർഷങ്ങൾക്ക് ശേഷം. ജയശ്രീയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം കത്തനാരിൽ അഭിനയിക്കാൻ ഗന്ധർവൻ എത്തുകയാണ്. പത്മരാജന്റെ ഗന്ധർവനായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ നിതീഷ് ഭരദ്വാജ് ആണ് 33 വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിൽ തിരിച്ചെത്തുന്ന ആ താരം. മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ താരമാണ് നിതീഷ് ഭരദ്വാജ്. നിതീഷ് ഭരദ്വാജിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷവുമായിരുന്നു അത്. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആ വേഷത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അത്രത്തോളം മനോഹരമായിട്ട് തന്നെ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഹിന്ദിയിൽ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും മലയാളത്തിൽ തിരിച്ചു എത്തിയില്ല. 2018 റിലീസ് ചെയ്ത കേദാർനാഥ് എന്ന ബോളിവുഡ് സിനിമയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സാൻഡി മാസ്റ്റർ, കുൽപ്രീത് യാദവ്, ഹരീഷ് ഉത്തമൻ തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നത്. മലയാളത്തിൽ നിന്ന് സനൂപ് സന്തോഷ്, കോട്ടയം രമേശ്, ദേവിക സഞ്ജയ്, കിരൺ അരവിന്ദാക്ഷൻ എന്നിവരും എത്തുന്നു. അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ഈ ഒരു സിനിമ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണ്. ബൈജു ഗോപാലൻ, VC പ്രവീൺ എന്നിവരാണ് കോ പ്രൊഡ്യൂസേഴ്സായി എത്തുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി. വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലിംസ് ജയശ്രീയുടെ പിറന്നാൾ ദിനത്തിലാണ് പുറത്തുവിട്ടത്. വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് അന്ന് ഗ്ലിംസ് വീഡിയോയ്ക്ക് ലഭിച്ചത്. 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മോഡുലാർ ചിത്രീകരണ ഫ്ലോറിലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. 30-ൽ അധികം ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഈ ചിത്രം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 2 ഭാഗങ്ങളിലാട്ടാണ് ചിത്രം എത്തുക. ആദ്യ ഭാഗം 2024 റിലീസ് ചെയ്യപ്പെടും. രചന R. രാമാനന്ദ് ഗാൻസറി. രചന R. രാമാനന്ദ്. ഛായാഗ്രഹണം നീൽ ഡി കുഞ്ഞ. ആക്ഷൻ ജഗ്ജിൻ പാർക്ക്. കലൈ കിങ്സൺ. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്ന വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.